ഇത് മക്കളെ സമസ്തയാണ്. ഇഫ്രീത്തങ്ങൾ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ആൺകുട്ടികളൊന്നും ഇന്ന് കേരള മണ്ണിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്. വേറെ ഒന്നും ഇപ്പം അതിനെപ്പറ്റി പറയാനല്ല. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്താണെന്ന് ഉള്ളിലുണ്ടെന്ന് കരുതുന്ന പലർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തോടു കൂടി അത് മനസ്സിലായിട്ടുണ്ടാവും. 40 കോടിയാണ് തഹയ്യ ഫണ്ട് പിന്നിട്ടിട്ടുള്ളത്. അത് ഇനിയും അതിൻ്റെ മുകളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മളെന്നും പറയുന്നത് പോലെ സമസ്ത അജയ്യമാണ്. മുഖ്ലിസീങ്ങളായ നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ നേതാക്കളാൽ സ്ഥാപിക്കപ്പെട്ടത് എന്നതൊരു ആലങ്കാരിക വാക്കല്ല എന്നാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഇതിങ്ങനെ ഈ 40 കോടി പിന്നിട്ട പോസ്റ്റർ കാണുമ്പോഴേ ഓർമ്മ വരുന്നത് പണ്ടൊരു പമ്പറന്നോള്, നമ്മളെ മലപ്പുറം ഭാഷയിൽ പറയാം, കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഒരു കോഴിയും കജ്ജു കൊണ്ടുപോയിരുന്നു പറഞ്ഞു. അങ്ങനെ ഈ കോഴി കൂകിയാലാണ് നേരം വെളുക്കുക എന്നാണത്രേ ഈ സ്ത്രീയുടെ വിചാരം. അങ്ങനെ ഭർത്താവിനേറ്റ് തെറ്റിയപ്പോൾ ഒന്നും പറഞ്ഞ് തെറ്റുമല്ലോ. ഞാൻ പോവുകയാണെന്ന് കോഴിയും ഞാൻ കൊണ്ടുപോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഓളെ വിചാരം കോഴി കൂകിയിട്ടാണ് അവിടെ നേരം വെളുക്കണതെന്നാണ്. കാരണം പുലർച്ചത് കൂകുമല്ലോ. തിരിച്ചു വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് അവനാൻ്റെ പെയ്യുന്ന ഒരാളെ വിട്ടു പറഞ്ഞു, അവിടെ നേരം വെളുക്കുന്നുണ്ടോ എന്ന് പോയോക്കാം, കാരണം എൻ്റെ കോഴി കൂകണില്ലല്ലോ എന്ന പോലെ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് ചില ആൾക്കാരൊക്കെ കൂകിയെങ്കിലേ നേരം വെളുക്കുള്ളൂ എന്നാ കേട്ടോളി, കണ്ടോളി. പമ്പ് പൂട്ടിയോലും ഫ്യൂവൽ നിർത്തിയോലും വീഡിയോ കൊടുക്കാത്തോലും ഒരു 5 സെക്കൻഡിൻ്റെ ഒരു വർത്താനം പറയാൻ നേരമില്ലാത്തോലും മണിക്കൂർ കണക്കിന് അവസരം കിട്ടിയിട്ടും എന്ന് മുണ്ടാത്തോലും എല്ലാവർക്കും ഉള്ള മറുപടി ഇന്നത്തെ പോസ്റ്ററിലുണ്ട്. ഇത് മക്കളെ സമസ്തയാണ്. സമസ്ത പറഞ്ഞ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ വീഡിയോ ചെയ്താലും വേണ്ടില്ല, നാട്ടുകാർക്ക് ഒറ്റ കാര്യമുള്ളൂ, സമസ്ത പറഞ്ഞോ അത് തന്നിരിക്കും. ഇഫ്രീത്തങ്ങൾ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ആൺകുട്ടികളൊന്നും ഇന്ന് കേരള മണ്ണിൽ ജീവിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്. വേറെ ഒന്നും ഇപ്പം അതിനെപ്പറ്റി പറയാനല്ല. സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങൾ, അല്ലാഹു കൊടുത്ത ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ തണലല്ല ഒരുപാട് കാലം നിർത്തി തരട്ടെ. ആ മനുഷ്യൻ ഓണാക്കിയത് പൂട്ടാൻ പറ്റിയ ഒരു ചാണക്യനുമില്ല, ഒരു കൂവുന്ന കോഴിയില്ല, ഒന്നുമില്ല എന്ന് അണ്ണനും മനസ്സിലാക്കുക. 2 ഉറുപ്യ തന്നുങ്ങാണ്ട് ഇബിലീസ് പറ്റിച്ചതുപോലെ പറ്റിക്കാൻ നോക്കിയേ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഓലും മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. ഇത് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയാണ്. അതിൻ്റെ കൂടെ നിൽക്കാനുള്ള ഭാഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മൂപ്പരിങ്ങോട് അന്ന് പറഞ്ഞുകൊള്ളു, കന്നാനിങ്ങളെ കയറിക്കോളി, നമുക്ക് ഇനി അതാ പറയാനുള്ളത്. ഇനി ഞങ്ങളെ ജിഫ്രി തങ്ങളെ റാലി വരുന്നുണ്ട്, അതിൻ്റെ എവിടെയെങ്കിലും ഒരു മൂലക്കെ കയറി നിങ്ങൾ വല്ല ഈ കൂട്ടത്തിൽ നിങ്ങൾ ചേർന്ന് നിന്നോളി. അത് കഴിഞ്ഞ് 100-ാം വാർഷികം വരുന്നുണ്ട്, അവിടെ ഏതെങ്കിലും ഒരു സൈഡിലൊരു കസേര കിട്ടുമോ നോക്കിക്കോളി. ഇല്ലെങ്കിൽ നിങ്ങളെ കോയിനെയും തൊക്കിൽ വെച്ചങ്ങാണ്ട് ഇങ്ങനെ നേരം വെളുത്തോന്ന് നോക്കി നടക്കേണ്ടി വരും. സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ അഭിമാനമായ ഈ തഹയ്യ ഫണ്ടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. സമസ്തയെ അല്ലാഹു ഉയരത്തിലെത്തിക്കട്ടെ. അസ്സലാമു അലൈക്കും.